ശരിക്കും ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടമായ നേര്യമംഗലം എത്തുമ്പോൾ തന്നെ ഈ കാലാവസ്ഥ നേരെ ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത്. ഇന്ന് ഞങ്ങൾ കോതമംഗലം ഭാഗത്തു നിന്ന് വടിമാലി മൂന്നാർ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നേര്യമംഗലം എത്തുന്നതിന് മുന്നേ കാണുന്ന വലിയ ഒരു ബ്ലോക്കിൻ്റെ വാഹന നിരയാണ് ഈ കാണുന്നത്. റോഡ് ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയി അതുപോലെ വഴി മുഴുവൻ ബ്ലോക്കായിപ്പോയി. ആ സമയത്ത് വെറുതെ വണ്ടിയിലിരുന്നപ്പോൾ ഇങ്ങനെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്താമെന്ന് കരുതി ചെയ്തതാണിത്. നമ്മുടെ നേര്യമംഗലം പാലത്തിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് നമുക്കിപ്പോൾ ഇതിൽ കൂടി കാണാനായി കഴിയുന്നത്. ഈ ഭാഗമൊക്കെ നോക്കൂ, എത്ര മനോഹരവും എത്ര സുന്ദരവും ആണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നേര്യമംഗലം പാലത്തിൽ കൂടിയാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പാലത്തിൻ്റെ ഒരു ദൃശ്യവും ഭംഗിയാണ് ഇപ്പോൾ കാണാനായി പോകുന്നത്. ശരിക്കും ആ ഒരു പഴമ എന്നും നിലനിൽക്കുന്ന ഒരു പാലം ഇനി നമുക്ക് ഓർമ്മയാകുകയല്ല, തീർച്ചയായിട്ടും ആ പാലം അവിടെ നിലനിൽക്കും എന്ന് നമുക്ക് കരുതാം. എന്തായാലും NH85 പുതിയ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ പാലത്തിലുള്ള യാത്ര നമുക്ക് ഏകദേശം അവസാനിക്കും. അതിനുശേഷം ഇതിന് തൊട്ടടുത്ത് തന്നെയായി വലിയ ഒരു പാലത്തിൻ്റെ വർക്ക് ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ആ പാലത്തിൽ കൂടിയായിരിക്കും നമ്മുടെ യാത്രകളെല്ലാം ഉണ്ടാവുക. എന്തായാലും നേര്യമംഗലം പാലവും പിന്നിട്ട് ഈ കാട്ടിൽ കൂടി വനത്തിൽ കൂടി നല്ല ഭംഗിയായ ദൃശ്യ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോരുന്ന ഒരു സീനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ഈ വഴി തന്നെയാണ്, ഈ NH തന്നെയാണ് നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പം NH ചേർന്നുള്ള ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അല്ലെങ്കിൽ വാട്ടർഫാൾസിൻ്റെ അതിമനോഹരമായ ഒരു ദൃശ്യം കണ്ടു നോക്കുക. ഈ ഭാഗത്ത് ഇന്ന് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമായതുകൊണ്ടായിരിക്കാം വളരെ ജനത്തിരക്ക് ആണ്. ആളുകൾ ധാരാളം